കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA ഇക്കണോമിക്സുകാരുടെ 6th സെമസ്റ്ററിലെ കോർ കോഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇക്കണോമിക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 മാർക്ക് 5 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് തന്നെ വരുന്നല്ല നമ്മൾ പറയുന്നത്, ഇതിലെ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന് മുൻപായിട്ട് ഫിനാൻഷ്യൽ ഇക്കണോമിക്സിൻ്റെ ക്രാഷ് കോഴ്സ് ഉണ്ട്. ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫിനാൻഷ്യൽ ഇക്കണോമിക്സിന് മാത്രമായിട്ട് ക്ലാസ്സസ് ഉണ്ട്, അതായത് റെക്കോർഡ് ക്ലാസ്സുകൾ, ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ഇംഗ്ലീഷ് മലയാളം നോട്ട്സുകളും ഒക്കെ തന്നെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ 2 മാർക്കിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് അസറ്റ് പ്രൈസിങ്, ടൈം വാല്യൂ ഓഫ് മണി, ഫ്യൂച്ചർ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ. ഇതൊക്കെ ഒരൊറ്റ മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളാണ്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻ അന്യൂറ്റി, അതുപോലെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ അന്യൂറ്റി, പ്രസൻറ്റ് റേറ്റ് ഓഫ് പെർപെച്യൂറ്റി. അതായത് അന്യൂറ്റി എന്നൊക്കെ വരുന്നത് നമുക്കറിയാം, അതൊരു നമ്മളിപ്പോൾ ഒരു റെൻ്റൊക്കെ അടയ്ക്കില്ലേ, അതായത് ഇപ്പോൾ ഒരു ഫാക്ടറിയുടെ നമ്മളൊരു ബിൽഡിംഗ് എടുക്കുന്നു, ആ ബിൽഡിങ്ങിന് നമ്മളൊരു റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റെൻറ്റൊക്കെ നമ്മൾ വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ കൊടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ അന്യൂറ്റി എന്ന് പറയാം. സോ അതിൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് അന്യൂറ്റീനെ കുറിച്ച് ചോദിക്കാം, പ്രസൻറ്റ് വാല്യൂ ഓഫ് അന്യൂറ്റീനെ കുറിച്ച് ചോദിക്കാം, പെർപെച്യൂറ്റി ചോദിക്കാം, നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്താണെന്ന് ചോദിക്കാം, ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ അതായത് BCR ചോദിക്കാം, അതുപോലെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്, മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, മസ്റ്റായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒന്നാണ്. അത് MIR എന്നുകൂടി ചോദിക്കാവുന്നതാണ്. അതുപോലെ പാർ വാല്യൂ എന്താണ്, ബുക്ക് വാല്യൂ എന്താണ്, ഇൻട്രൻസിക് വാല്യൂ, അതുപോലെ സീറോ കൂപ്പൺ ബോണ്ട് വാല്യുവേഷൻ, ഗോർഡൻ ഗ്രോത്ത് മോഡൽ, ടൈപ്പ് ഓഫ് റിസ്ക്, അതായത് ഏത് റിസ്ക് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അതുപോലെ ആവറേജ് ആനുവൽ റിട്ടേൺസ് എന്താണ്, ബീറ്റ എന്താണ്, വേരിയൻസ് ഓഫ് റിട്ടേൺസ്, CAPM, SML, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, കോൾ ഓപ്ഷൻ എന്താണ്, പുട്ട് ഓപ്ഷൻ എന്താണ്, അതുപോലെ ഫോർവേഡ് കോൺട്രാക്റ്റ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, ഹെഡ്ജിങ്. അതായത് ഈ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻസ് ഒക്കെ പറയുന്നത് നമുക്കറിയാവുന്നതാണ്. അതായത് ഒരു സെല്ലറിന് അതിൻ്റെ അസറ്റ് സെല്ല് ചെയ്യാനുള്ള റൈറ്റും അതുപോലെ തന്നെ മറ്റൊരാൾക്കത് വാങ്ങാനുള്ള റൈറ്റ്സിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ ഈ സെല്ല് ചെയ്യുമ്പോഴും ഇത് തമ്മിലുണ്ടാവുന്ന ഒരു കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, അതായത് ഫ്യൂച്ചറിൽ ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന ക്വാണ്ടിറ്റിയിൽ നമ്മളിത് വിൽക്കപ്പെടും, അതായത് നമ്മളിത് തരും എന്നുള്ള രീതിയിലുള്ള കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി 10 മാർക്കിൽ ചോദിക്കാവുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റൻ ആയിരിക്കാം. CAPM എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു മോഡൽ എത്രത്തോളം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിക്കാം. അതുപോലെ വാല്യുവേഷൻ ഓഫ് ബോണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ എന്താണെന്നതൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാവുന്ന എന്താണ്, ഫോർവേഡ് വേഴ്സസ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്താണ്, ഓപ്ഷൻസ് എന്താണ്. ഓപ്ഷൻസ് മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അതുപോലെ തിയറീസ് ഓഫ് ഫ്യൂച്ചർ പ്രൈസിങ്, പുട്ട് കോൾ പാരിറ്റി തിയറി എന്താണ്, ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ, അതായത് BOPM എന്ന് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് സ്കോൾസ് ഓപ്ഷൻ പ്രൈസിങ് മോഡൽ എന്താണ്, അതുപോലെ പാർട്ടിസിപ്പൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്, ബീറ്റ ഓഫ് ആൻ അസറ്റ്സ് ആൻഡ് പോർട്ട്ഫോളിയോ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ, അതുപോലെ ടൈപ്സ് ഓഫ് റിസ്ക് ചോദിക്കാവുന്നതാണ്. മെഷർമെൻറ്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് ആൻ അസറ്റ് ചോദിക്കാവുന്നതാണ്. ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് ആൻഡ് റിസ്ക്, അതുപോലെ റിസ്ക് റിട്ടേൺസ് ട്രേഡ് ഓഫ്, ഇക്വിറ്റി വാല്യുവേഷൻ, അതുപോലെ P/E റേഷ്യോ അപ്രോച്ച് എന്താണ്, അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഇറലവൻസ് ഓഫ് ഡിവിഡൻസ്, അതായത് മൊഡിഗ്ലനി ആൻഡ് മില്ലർ, അതായത് M&M ഹൈപ്പോത്തസിസ് എന്നും ചോദിക്കാം. അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ബോണ്ട്സ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് പ്രൈസ്, എസ്റ്റിമേഷൻ ഓഫ് ബോണ്ട് yields, yield to maturity, വാല്യുവേഷൻ ഓഫ് ബോണ്ട്സ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് പ്രൈസ്, എസ്റ്റിമേഷൻ ഓഫ് ബോണ്ട് yields ഒക്കെ തന്നെ ഫിനാൻഷ്യൽ എക്കണോമിക്സിൻ്റെ ഒരു പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഒന്ന് നോക്കി പോവുക. ഇത് തന്നെ വരുന്നല്ല പറയുന്നത്, പക്ഷേ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്.